ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 16 ജില്ലകളിലായി 152 സീറ്റുകളിൽ കനത്ത സുരക്ഷയിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഞാൻ ബെർഹാംപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിൽക്കുന്ന ഈ ബൂത്തിന് സുരക്ഷ നൽകാനായി ഇവിടെയുള്ള CRPF ഉദ്യോഗസ്ഥരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആളുകളെല്ലാം തീർച്ചയായും വോട്ട് ചെയ്യാനായി ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ബെർഹാംപൂരിലേക്ക് വരുന്നതിന് മുൻപ് ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 152 സീറ്റുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത് തുടങ്ങുന്നത് നോർത്ത് ബംഗാളിൽ നിന്നാണ്, അതായത് സിലിഗുരി, ഡാർജിലിംഗ് എന്നിവിടങ്ങളിൽ നിന്ന്. ഇവിടെ മുർഷിദാബാദ്, മാൾദ വരെ വരുന്നു. അവിടെ SIR ഒരു വലിയ ഘടകമാണ്. എന്നിട്ട് താഴോട്ട് നന്ദിഗ്രാമിലേക്ക് പോകുന്നു. അവിടെ BJPയുടെ ശുഭേന്ദു അധികാരിയും അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ സഹായിയും TMCയുടെ പവിത്ര കറും തമ്മിൽ വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പ്രചാരണത്തിലുടനീളം രാഷ്ട്രീയപരമായ ഒന്നിലധികം പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സിലിഗുരി, ഡാർജിലിംഗ് തുടങ്ങിയ വടക്കൻ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി BJPക്ക് ഒരു പ്രബലമായ സാന്നിധ്യമുണ്ട്. കൂടാതെ ആ ഭാഗങ്ങളിൽ അവർ നേടിയ നേട്ടങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലും ഉറപ്പിക്കാൻ അവർ ശ്രമിക്കും. എന്നാൽ മൊത്തത്തിൽ 2021 ഈ സീറ്റുകളിൽ നടന്ന മത്സരത്തിൻ്റെ ഒരു വലിയ ചിത്രം നോക്കുകയാണെങ്കിൽ കൂടുതൽ സീറ്റുകളിലും വിജയിച്ചത് TMC ആയിരുന്നു. അത് വ്യക്തമാണ്. കാരണം അവരാണ് സർക്കാർ രൂപീകരിച്ചത്. എന്നാൽ ഇത്തവണയും ഞാൻ പറഞ്ഞതുപോലെ SIR ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഇതിലുണ്ട്. ഉദാഹരണത്തിന് മുർഷിദാബാദിലും മാൾഡയിലും. ഞാനിപ്പോൾ മുർഷിദാബാദ് ജില്ലയിലാണ്. SIR ഒരു വലിയ ഘടകമായിട്ടുണ്ട്. മുർഷിദാബാദ് വാസ്തവത്തിൽ തീർപ്പ് കൽപ്പിക്കൽ പ്രക്രിയയ്ക്ക് ശേഷം SIRന്റെ കാര്യത്തിൽ SIR ലിസ്റ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒഴിവാക്കലുകൾ കണ്ട ജില്ലയാണ്. ഇപ്പോൾ അതിവിടുത്തെ വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഒരാൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ലളിതമായി പറഞ്ഞാൽ ഇതിനർത്ഥം ഇവിടുത്തെ മുർഷിദാബാദിലും മാൾഡയിലും ഈ ജില്ലകളിലുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യില്ല. കാരണം അവരുടെ അപ്പീലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഘടകങ്ങളെല്ലാം നിലവിലുണ്ട്. എന്നാൽ വോട്ടെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. CRPF ഉദ്യോഗസ്ഥരും ബംഗാൾ പോലീസും ഈ ബൂത്തുകൾക്ക് കാവൽ നിൽക്കുന്നതിൻ്റെ ചില സുരക്ഷാ ദൃശ്യങ്ങൾ കൂടി നിങ്ങളെ കാണിക്കാൻ ഞാൻ നിന്മയോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ബംഗാളിൽ കേന്ദ്ര പൂളിൽ നിന്നുള്ള ധാരാളം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. 2400-ലധികം കമ്പനികൾ. അതിനർത്ഥം ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ അതിനർത്ഥം കുറഞ്ഞത് 20 ലക്ഷമോ അതിൽ കൂടുതലോ സുരക്ഷാ ഉദ്യോഗസ്ഥരെന്നാണ്. അതൊരു വലിയ സംഖ്യയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അവരുടെ ലക്ഷ്യം, അവരുടെ ഉദ്ദേശ്യം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു വോട്ടെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ബൂത്തുകൾക്ക് കാവൽ നിൽക്കുന്ന ഇത്രയധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെയുള്ളത്. കൂടാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കിവിടെ CCTV ക്യാമറകളും കാണാം. അത് എല്ലാ ബൂത്തുകളിലും നടപ്പിലാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യമാണ്. നടപടിക്രമങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം. ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു. അതിരാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ പുറത്തുണ്ട്. മാഡം, എന്താണ് നിങ്ങളുടെ പേര്? നിങ്ങളുടെ പേരെന്താണ്? ബാനി ബിശ്വാസ്. ബാനിജി, അതിരാവിലെ തന്നെ, ഇത്ര രാവിലെ തന്നെ നിങ്ങൾ വന്നോ? അതെ, ശരി. ഞാൻ താമസിക്കുന്നത് ഓൾഡ് ഏജ് ഹോമിലാണ്. ആ സ്ഥലം ഞാൻ ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത്. അതെ. കാശിം ബസാർ, അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അതായത് ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. അതായത് ഒരു ടോട്ടോ റിസർവ് ചെയ്താണ് ഞാൻ വന്നത്. ശരി. അപ്പോൾ ഇത് പറയൂ മാം, ഒരു പാർട്ടിയുടെയും പേര് പറയരുത്. ബട്ട് നിങ്ങൾക്ക് ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ ഇഷ്യൂസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ബിഗ് ഇഷ്യൂ ഫോർ യു? ഒരു പാർട്ടിയുടെയും പേര് പറയരുത്. ബട്ട് നിങ്ങൾക്ക് ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ്? ഞാൻ നോക്കും ആരാണോ നല്ലത് ചെയ്യുന്നത് എന്നിട്ട് ശരിക്കും അതുപോലെ അങ്ങ് വോട്ട് ചെയ്യും. അങ്ങനെയുള്ള സ്ഥലത്ത്. ശരി. അതെ, ശരി. അതുകൊണ്ട് നല്ലതാണല്ലോ. അതെ. വാട്ട്സ് യുവർ നെയിം മാം? നിങ്ങളുടെ പേര്? സുനിത സർക്കാർ. വേർ ആർ യു ഫ്രോം? നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണോ? അതെ, ഇവിടെ തന്നെ ഉള്ളതാണ്. ഇവിടെ തന്നെ. ഏർലി ഇൻ ദ മോർണിംഗ് യു ഹാവ് ഓൾസോ കം ടു വോട്ട്? അതെ, തിരക്ക് ഒരുപാട് കൂടും. ഇത് കഴിഞ്ഞ് വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എത്രയും രാവിലെ വരാൻ പറ്റുമോ അത്രത്തോളം ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകാം. അതെ. ഒരു പാർട്ടിയുടെയും പേര് പറയാതെ നിങ്ങൾക്ക് ആസ് എ യങ്സ്റ്റർ ഈ ഇലക്ഷനിലെ വലിയ ഇഷ്യൂ എന്താണ്? ഇവിടുത്തെ വലിയ ഇഷ്യൂ ഒന്ന് മാത്രമാണ്. കുറച്ച് മഴ പെയ്താൽ മതി, എല്ലാവരുടെയും വീട്ടിൽ വെള്ളം കയറും. ഇത്രയും വലിയ ഇഷ്യൂ, ഈ പ്രോബ്ലം സോൾവ് ആകുന്നേ ഇല്ല. ഞങ്ങൾ അത്രയും മുനിസിപ്പലിനോട് അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും സോൾവ് ആവുന്നില്ല. ഒരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല. കുറച്ചെങ്കിലും മഴ പെയ്താൽ എല്ലാവരുടെയും വീട്ടിൽ മുഴുവൻ വെള്ളം നിറയും. ദിവസം മുഴുവൻ ഞങ്ങൾ ട്രാവൽ. ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ വളരെ ഒരു ലോക്കൽ ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ നടക്കുന്ന ക്യാമ്പയിൻസിൽ എന്തൊക്കെയോ ആണ് സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മുഴുവൻ ബെഹ്റാംപൂരിലും ഇതുപോലെ തന്നെയാണ്. അങ്ങനെയാണോ? ഞങ്ങളുടെ ലോക്കലിൽ മാത്രം, ഞങ്ങളുടെ അവിടെ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നല്ല, മുഴുവൻ ലോക്കൽ ബെഹ്റാംപൂരിൽ മുഴുവൻ ഇങ്ങനെയാണ്. അതെ, നിങ്ങൾ കുറച്ച് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും സ്വയം കാണാം. ഞങ്ങളുടെ മുനിസിപ്പൽ കോർപ്പറേറ്റർ പോലും ആ വെള്ളം കോരി കളയുകയാണ്. അപ്പോൾ രാഷ്ട്രീയക്കാർ ഇതിനെക്കുറിച്ചെല്ലാം പ്രചാരണത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കാറുണ്ട്, പക്ഷേ പ്രശ്നം പരിഹരിക്കാറില്ല. ഒടുവിൽ ഒന്നും പരിഹരിക്കാറില്ല. പിന്നെ ഇവിടെയുള്ള ഈ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ ആളുകളിൽ ചിലരാണ്. മാഡം, താങ്കളുടെ പേരെന്താണ്? മീര റാണി ഐസ്. താങ്കളുടെയോ? കൃഷ്ണ ആചാര്യ.
ഞാൻ കണ്ടു, നിങ്ങൾ രാവിലെ തന്നെ വന്ന് വോട്ട് കാസ്റ്റ് ചെയ്തു. അതായത് എന്തെങ്കിലും ആലോചിച്ച് വന്നതാണോ അതോ വെറുതെ രാവിലെ വന്നതാണോ നിങ്ങൾ? അതായത് ബംഗാളിയിൽ പറയൂ. ഹിന്ദി. അപ്പോൾ വേനൽക്കാലത്ത് ഭയങ്കര ചൂടായിരിക്കും. അതെ അതെ, വേനൽക്കാലം. അതെ. വീട്ടിൽ ഇന്ന് വ്യാഴാഴ്ചയാണ്, ലക്ഷ്മി പൂജയുണ്ട്. അതെ. അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത്. വോട്ട് ചെയ്യുക എന്നത് ഒരു അത്യാവശ്യമാണ്. എല്ലാം കൂടി ഞങ്ങള് അത് രാവിലെ തന്നെ വന്നു. അതെ മാഡം, നിങ്ങളും കൂടി. ഇതെന്ത് കാര്യമാണ്? എനിക്ക് ഹിന്ദി മനസ്സിലാവില്ല, ഒട്ടുമില്ല. എന്നാൽ ബംഗാളി പറയൂ. രാവിലെ തന്നെ, അതായത് നല്ല വെയിൽ ചൂടാണല്ലോ, കഠിനമായ വെയിൽ ചൂട്. അതുകൊണ്ട് വരാൻ അസൗകര്യമാണ്. പിന്നെ വീട്ടില് പെണ്ണുങ്ങളുടെ പണിയുണ്ട്. അതെ, അതുകൊണ്ട് രാവിലെ തന്നെ വന്നു. വോട്ട് ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു മുൻഗണനയാണ്. അതെ, ഒരു മുൻഗണന. അതെ. ഒരു കാര്യം പറയൂ മാം, ഒരു പാർട്ടിയുടെയും പേര് പറയാതെ. ഒരു പാർട്ടിയുടെയും പേര് പറയരുത്. പക്ഷേ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം എന്താണ്? പ്രധാന വിഷയം എന്താണ്? പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എന്താ പറയാ, നല്ല രീതിയിൽ, അതായത് ഞങ്ങളുടെ സർക്കാർ എല്ലാം നല്ല രീതിയിൽ നടത്തണം. ഈ ഇത്രയും മോശം കാര്യങ്ങളും അതും ഇതും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ വിഷയം എന്താണ്? എന്താ കാര്യം? ഞങ്ങൾക്ക് സമാധാനപരമായി വേണം. സമാധാനപരമായി നല്ല രീതിയിൽ നടക്കണം. അതെ, അതല്ലേ? അതെ, ഞങ്ങൾ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങള് അത് തന്നെ, വേറൊന്നുമില്ല. ഓക്കെ, ശരി. താങ്ക് യു മാം. താങ്ക് യു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ആളുകൾ അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നതും ഇവിടെ വന്ന് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയുന്നതും കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത മറ്റുള്ളവരുമുണ്ട്. കാരണം ട്രൈബ്യൂണലുകൾക്ക് മുന്നിലുള്ള അവരുടെ അപ്പീലുകൾ ഇപ്പോഴും തീർപ്പാകാതെ കിടക്കുകയാണ്. ഞങ്ങളുടെ കൈവശമുള്ള കണക്കുകൾ പ്രകാരം അറിയാമോ, ഇപ്പോൾ തീർപ്പാകാതെ കിടക്കുന്ന ലക്ഷക്കണക്കിന് അപ്പീലുകളിൽ നിന്ന് ഏകദേശം 136 പേരുകൾ ആ ട്രൈബ്യൂണലുകൾ തീർപ്പാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായും വളരെ ചെറിയൊരു സംഖ്യയാണ്. അതിനർത്ഥം ഇവിടെ വരികളുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ അതിന് കഴിയാത്ത മറ്റുള്ളവരുമുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു കളങ്കമായിട്ടുണ്ട്. ഒടുവിൽ ഇതെങ്ങനെ ആയിത്തീരുമെന്നും മത്സരരംഗത്തുള്ള പാർട്ടികൾക്ക് രാഷ്ട്രീയപരമായി എങ്ങനെയായിത്തീരുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അതെ, ഒരുപാട് ആളുകൾ കനത്ത സുരക്ഷയ്ക്കിടയിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ ഇവിടെ വരുന്നുണ്ട്.